അന്തരിച്ച CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. MM ലോറൻസിന്റെ മകളാണ് കോടതിയെ സമീപിച്ചത്. ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ആ ഫേസ്ബുക്കിലെ പോസ്റ്റിംഗ്സ് വായിച്ചാൽ അറിയാം അത് അവളുടെ ലാംഗ്വേജ് അല്ലാതെ ആരുടെ ലാംഗ്വേജ് ആണെന്ന് അതിലെ വാക്കുകളും വാചകങ്ങളും വായിച്ചാൽ അത്യാവശ്യം ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അത്രയും കലഹിക്കാനായിട്ട് കൂടെ അധികം താമസിച്ചിട്ടില്ല, അല്ലാണ്ട് കലഹിക്കുമായിരുന്നു. ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ നിന്ന് അനുമാനിക്കാവുന്ന കാര്യങ്ങൾ ആൾക്കാർ അനുമാനിക്കുക. ഇതിൽ സമ്മതപത്രം വല്ലതും ലോറൻസ് സഖാവ് ഒപ്പിട്ട് തന്നിരുന്നു ഇത്തരത്തിൽ മുൻപ് ജീവിച്ചിരുന്ന ഘട്ടത്തിൽ ഇതുപോലെ മെഡിക്കൽ കോളേജിന് കൈമാറാൻ വേണ്ടി? അത് നോക്കേണ്ട പ്രശ്നമാണ്. പക്ഷേ അപ്പച്ചൻ എന്നോട് പറഞ്ഞിരുന്നു മെഡിക്കൽ കോളേജിന് കൈമാറുന്നത്. അപ്പച്ചന്റെ തീരുമാനമാണ് ഞാൻ നടപ്പാക്കുന്നത്. ശ്രീകാന്ത് കൊച്ചിയിൽ ചേർന്നു. ശ്രീകാന്ത്, ഈ മൃതദേഹം കൈമാറാൻ മണിക്കൂറുകൾ, ഏകദേശം 1.5 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കി ഇങ്ങനെ ഒരു ഹർജി ഹൈക്കോടതിയിൽ മകൾ കൊണ്ടുപോകുന്നതിൽ, അല്ലെങ്കിൽ ഹർജിയുമായി മകൾ എത്തിയതിൽ ഒരു ദുരൂഹത അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന എന്നതിന്റെ ഒരു സംശയം കൂടിയല്ലേ മകൻ പങ്കുവെക്കുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും നമ്മളത് ആവർത്തിച്ച് ചോദിച്ചു, ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ആശ ഒറ്റയ്ക്കല്ല ഇങ്ങനെ ഒരു ഹർജിയുമായിട്ട്, ഇതിന് പിന്നിൽ മറ്റ് ചില ആളുകൾ കൂടി ഉണ്ട്. അതാരാണ് എന്ന് ആ പോസ്റ്റ് വായിച്ചാൽ, ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ആ പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് അനുമാനിക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് നമ്മൾ ചോദിച്ചത് സമ്മതപത്രം ഉണ്ടോ ഇക്കാര്യത്തിൽ, മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകണം എന്നൊരു സമ്മതപത്രം MM ലോറൻസ് ഒപ്പിട്ട് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് നോക്കേണ്ട വിഷയമാണെന്നും തൽക്കാലം തന്നോട് വാക്കാൽ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മറ്റൊരു കാര്യം പറഞ്ഞത്, 4 മക്കളാണ് ഉണ്ടായിരുന്നത്, അതിൽ ഒരാൾ മരിച്ചുപോയി, ബാക്കി 3 പേരിൽ 2 പേർ സമ്മതം അറിയിച്ചിട്ടുണ്ട്, സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ഇത് മെഡിക്കൽ കോളേജിന് നൽകാമെന്ന. പക്ഷേ ആശ മാത്രമാണ് എതിർ നിൽക്കുന്നത്. എന്തായാലും കോടതിയിലെ കാര്യത്തിൽ ഇപ്പോൾ പറയാനില്ല, അത് ചോദിക്കുന്ന പക്ഷം കോടതിയെ വിവരങ്ങൾ ധരിപ്പിക്കും എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ ഇല്ല, അത് ഇനി എന്താകും എന്നുള്ള കാര്യം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്, ഈ 1 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. ശ്രീകാന്ത്, ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആശ ലോറൻസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്ന ഇങ്ങനെയാണ്: മൂത്ത മകന്റെ പാർട്ടി അടമത്വം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. സ്വാഭാവികമായി നേരത്തെ മകൻ പറഞ്ഞതുപോലെ ആ അനുമാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒറ്റയ്ക്കല്ല ഈ പോസ്റ്റ് ചെയ്തു എന്ന് തന്നെയല്ലേ മകൻ സംശയിക്കുന്നത്? അങ്ങനെയാണ് സംശയം, അവരുടെ കുടുംബത്തിന്റെ ഇദ്ദേഹത്തിന്റെ സംശയം അപ്രകാരമാണ്. പക്ഷെ അത് അറിയില്ല, അദ്ദേഹം അത് ഗൂഢാലോചന എന്ന തരത്തിൽ അദ്ദേഹം ഒരു കറക്റ്റ് ഒരു ആരോപണമായി പറയുന്നില്ല, പക്ഷെ മറ്റു ചിലർ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അത് ആര് എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ അനുമാനിച്ചോളൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അത് രാഷ്ട്രീയപരമായ ഇടപെടൽ ഉണ്ട് എന്നുള്ള ഒരു മുനവച്ച പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. പക്ഷെ അദ്ദേഹം തുറന്നു പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശ്രീകാന്ത്, 4 മണിയോടുകൂടെ മൃതദേഹം കൈമാറുമെന്നാണ് പറഞ്ഞപ്പോൾ സമയം 3 അടുക്കുന്നു. കോടതി ഈ ഹർജി എപ്പോൾ എടുക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? കോടതി ഇക്കാര്യത്തിൽ ഇതുവരെയും ഹർജി പരിഗണിച്ചിട്ടില്ല, അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് മുമ്പാകെ ഹർജി എത്തും എന്നാണ് പറഞ്ഞിരുന്നത്. അവരുടെ ഹർജി എന്തായാലും കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്, കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് VG അരുണിന്റെ മുമ്പാകെ മെൻഷൻ ചെയ്യും എന്നുള്ള കാര്യം മെൻഷൻ ചെയ്ത് കയറ്റും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതുവരെയും അത് വന്നിട്ടില്ല, ഇതുവരെയും അത് എടുത്തിട്ടുമില്ല. സമരതായ CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഇപ്പോൾ മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പിതാവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാൻ പാടില്ല എന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആശ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ മകന്റെ പ്രതികരണം വരുന്നു. ആശ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, മറ്റ് കൂടെ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നതായി ആ പോസ്റ്റ് വായിച്ചാൽ അനുമാനിക്കാം എന്നൊരു സംശയം കൂടി മകൻ പങ്കുവെക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 4 മണിയോട് കൂടിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് മൃതദേഹം കൈമാറാൻ ഇരുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വന്നതിന് ശേഷം കൈമാറും എന്നാണ് തീരുമാനിച്ചത്. ഇപ്പോൾ കോടതി വ്യവഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതുവരെ കോടതി ഈ കേസ്, ഈ ഹർജി പരിഗണിക്കാനായി എടുത്തിട്ടില്ല. പരിഗണിക്കാൻ എടുത്തു കഴിഞ്ഞാൽ കോടതി എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കും, കോടതി ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക. കാരണം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു എഴുത്തോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകളോ MM ലോറൻസ് കൈമാറിയിട്ടില്ല എന്ന രീതിയിലാണ് മകൻ സംസാരിക്കുന്നത്. വാക്കാൽ പറഞ്ഞതാണ്. എന്നാൽ മകൾ ഇത് പൂർണ്ണമായി തള്ളുന്നു. അങ്ങനെ ഒന്നും വാക്കാൽ പറഞ്ഞിട്ടില്ല എന്ന് മകൾ വ്യക്തമാക്കുന്നു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. ശ്രീകാന്ത്,